കർത്താവിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, പരിശുദ്ധ സഭയിലെ ഒരു മഹാവിശുദ്ധൻ്റെ കല്ലറയ്ക്ക് മുൻപിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. വിശുദ്ധ പാട്രിക്, നോർത്തേൺ അയർലൻഡിൽ വിശുദ്ധ പാട്രിക്കിൻ്റെ ശവകുടീരത്തിൽ നിന്നുകൊണ്ടാണ് ഈ മെസ്സേജ് നൽകുന്നത്. വിശുദ്ധ പാട്രിക്കും വിശുദ്ധ ബ്രിജിത്തും വിശുദ്ധ കൊളംബയും 3 വലിയ വിശുദ്ധരെ അടക്കിയിരിക്കുന്ന പുണ്യ ഭൂമിയാണിത്. അയർലൻഡിൻ്റെ വീണ്ടെടുപ്പിനു വേണ്ടി ഇംഗ്ലണ്ടിൽ നിന്ന് 4-ാം നൂറ്റാണ്ടിൽ വലിയ മിഷണറിയായി ഈ മണ്ണിലേക്ക് വിശുദ്ധ പാട്രിക് കടന്നു വന്നു. ആ നാളുകൾ അയർലൻഡ് പാഗൻ കൾച്ചറിലായിരുന്നു. പൈശാചിക ആരാധനകൾ, പ്രകൃതി ശക്തികളോടുള്ള ആരാധനകളും പ്രാർത്ഥനകളും, സത്യവിശ്വാസം ഒട്ടും ഇല്ലാതിരുന്ന ഈ അയർലൻഡിൻ്റെ മണ്ണിലേക്ക് സത്യവിശ്വാസത്തിൻ്റെ തീനാവായി വിശുദ്ധ പാട്രിക് കടന്നു വരികയാണ്. തനിക്ക് പകരപ്പെട്ടിരിക്കുന്ന അഭിഷേകത്തിൻ്റെ ശക്തിയാൽ ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും ഈ രാജ്യത്തിൻ്റെ വീണ്ടെടുപ്പിനു വേണ്ടി പ്രാർത്ഥിച്ചും പരിഹാരം ചെയ്തും ഉപവസിച്ചും ആവശ്യമായ ആത്മാവിൻ്റെ അഭിഷേകം പാട്രിക് സ്വന്തമാക്കുകയാണ്. അത്ഭുതകരമായി അയർലൻഡിൽ സത്യവിശ്വാസം പടരുകയും ഈ രാജ്യത്തെ കർത്താവിനായി പാട്രിക് സ്വന്തമാക്കുകയും ചെയ്തു. AD 432 അയർലൻഡിൽ ആദ്യത്തെ ക്രൈസ്തവ ദേവാലയമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ പാട്രിക്കാണ് ഈ ദേവാലയം പണികഴിപ്പിച്ചത്. സഹോദരങ്ങളെ, വിശുദ്ധ പാട്രിക്കിൻ്റെ ഈ ശവകുടീരത്തിൽ ആയിരിക്കുമ്പോൾ ഇതൊന്നില്ലാത്തൊരു അഭിഷേകത്തിൻ്റെ സമൃദ്ധി അനുഭവിക്കുവാൻ സ്വർഗം ഇടവരുത്തുകയാണ്. ഇന്ന് നമുക്ക് ആവശ്യമായിരിക്കുന്നത് ഈ വീണ്ടെടുപ്പിൻ്റെ ശക്തിയാണ്. നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങൾക്ക്, നമ്മുടെ കുടുംബങ്ങൾക്ക്, നമ്മുടെ സഭാ സമൂഹങ്ങൾക്ക്, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ യുവജനങ്ങൾ എല്ലാം വീണ്ടെടുപ്പിൻ്റെ ശക്തിയിൽ നിറയപ്പെടുക എന്നുള്ളത് ഇന്നിൻ്റെ ആവശ്യമാണ്. വിശുദ്ധ പാട്രിക്കിൻ്റെ മധ്യസ്ഥതയോട് ചേർന്ന് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിക്കാം. നമ്മുടെ സഭയുടെ നന്മയ്ക്ക് വേണ്ടി, നമ്മുടെ കുടുംബങ്ങളുടെ പരിരക്ഷയ്ക്ക് വേണ്ടി ഈ മഹാവിശുദ്ധൻ്റെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ പാട്രിക്കിൻ്റെ ഒരു പ്രയർ ഈ സമയം ചൊല്ലുകയാണ്. നിങ്ങളായിരിക്കുന്നിടത്ത് എവിടെയായിരുന്നാലും വിശ്വാസത്തോടെ നമുക്കൊരുമിച്ച് ഈ പ്രാർത്ഥന ഏറ്റുചൊല്ലാം. ക്രിസ്തു എന്നോടൊപ്പം, ക്രിസ്തു എൻ്റെ മുൻപിൽ, ക്രിസ്തു എൻ്റെ പിന്നിൽ, ക്രിസ്തു എൻ്റെ ഉള്ളിൽ, ക്രിസ്തു എൻ്റെ താഴെ, ക്രിസ്തു എൻ്റെ മുകളിൽ, ക്രിസ്തു എൻ്റെ വലത്ത്, ക്രിസ്തു എൻ്റെ ഇടത്ത്, ഞാൻ കിടക്കുമ്പോൾ ക്രിസ്തു, ഞാൻ ഇരിക്കുമ്പോൾ ക്രിസ്തു, ഞാൻ നിൽക്കുമ്പോൾ ക്രിസ്തു, എന്നെപ്പറ്റി ചിന്തിക്കുന്നവരുടെ എല്ലാം ഹൃദയത്തിൽ ക്രിസ്തു, എന്നെപ്പറ്റി സംസാരിക്കുന്നവരുടെ എല്ലാം അതരത്തിൽ ക്രിസ്തു, എന്നെ കാണുന്ന എല്ലാ കണ്ണുകളിലും ക്രിസ്തു, എന്നെ ശ്രവിക്കുന്ന എല്ലാ കാതുകളിലും ക്രിസ്തു, ശക്തി പ്രാഭാവമുള്ള ത്രിത്വസ്തുതിയിലൂടെ, ത്രിത്വത്തിലുള്ള വിശ്വാസത്തിലൂടെ പ്രപഞ്ച സൃഷ്ടികളുടെ സൃഷ്ടാവിന്റെ ഏകത്വത്തിലുള്ള ഏറ്റുപറച്ചിലൂടെ ഞാൻ ഇന്നുണരുന്നു. രക്ഷ കർത്താവിൻ്റെതാണ്, രക്ഷ കർത്താവിൻ്റെതാണ്, രക്ഷ ക്രിസ്തുവിൻ്റെതാണ്. കർത്താവേ, അങ്ങയുടെ രക്ഷ എപ്പോഴും ഞങ്ങളോടൊപ്പം, ഞങ്ങളുടെ കുടുംബത്തോടൊപ്പം, തലമുറകളോടൊപ്പം, ഞങ്ങളുടെ സഭയോടൊപ്പം, എല്ലാ നിയോഗങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ മഹാവിശുദ്ധന്റെ മാധ്യസ്ഥം തേടി നമുക്ക് ദിനംതോറും പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളുടെ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ, യുവജനങ്ങളുടെ, നമ്മുടെ സമൂഹങ്ങളുടെ, നമ്മുടെ സഭയുടെ വീണ്ടെടുപ്പിനായി എല്ലാവരെയും കർത്താവ് സമൃദ്ധമായി സെന്റ് പാട്രിക്കിന്റെ മധ്യസ്ഥതയിലൂടെ അനുഗ്രഹിക്കട്ടെ.